വിലങ്ങാട് ഉരുൾപൊട്ടലിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് വിവിധ വകുപ്പുകൾ പുറത്തുവിട്ടു. ദുരന്തത്തിൽ 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയതായി വടകര ആർഡിഒയും വിലങ്ങാട് ദുരന്ത നിവാരണത്തിന്റെ നോഡൽ ഓഫീസറുമായ പി അൻവർ സാദത്ത് അറിയിച്ചു. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നാശനഷ്ടങ്ങളുടെ കണക്കാണ് വിവിധ വകുപ്പുകൾ പുറത്തുവിട്ടത്. ദുരന്തത്തിൽ 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയി. ഇതുൾപ്പെടെ 112 വീടുകൾ വാസയോഗ്യമല്ല. താമസയോഗ്യമല്ലാത്ത വീടുകളുടെ മുഴുവൻ കണക്കുകളും പൂർത്തിയായിട്ടില്ല. 4 കടകൾ നശിച്ചിട്ടുണ്ട്. അവലോകന യോഗത്തിലാണ് വിവിധ വകുപ്പുകൾ നഷ്ടത്തിന്റെ കണക്കുകൾ അവതരിപ്പിച്ചത്. 5,80,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കേരള റോഡ് ഫണ്ട് ബോർഡ് വ്യക്തമാക്കി. ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ്, വാളൂക്ക്, ഉരുട്ടി, വിലങ്ങാട് പാലങ്ങൾ തകർന്നതുൾപ്പെടെ 156 ലക്ഷം രൂപയുടെ നഷ്ടമാണ് PWD റോഡ് വിഭാഗം കണക്കാക്കിയത്. ജലസേചന വകുപ്പിന്റെ നഷ്ടം 35 കോടിയാണ്. 162 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. 225 കർഷകരെ ബാധിച്ചു. 11.85 കോടിയുടെ നഷ്ടം കാർഷിക മേഖലയിൽ മാത്രം സംഭവിച്ചതായാണ് പ്രാഥമിക കണക്ക്. 2,70,00,000 നഷ്ടമുണ്ടായതായി PWD കെട്ടിട വിഭാഗവും 35.3 ലക്ഷത്തിന്റെ നഷ്ടം സംഭവിച്ചതായി ജല അതോറിറ്റിയും അറിയിച്ചു. വിലങ്ങാട് ആദിവാസികളുടെ ട്രൈബൽ സൊസൈറ്റി സംഭരിച്ച 1,800 കിലോ തേനും 60 കിലോ ചെറുതേനും കെട്ടിടവും ഉൾപ്പെടെ 30 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അറിയിച്ചു. പന്നിയേരി, കുറ്റല്ലൂർ, മാടാഞ്ചേരി, വായാട് ഉന്നതികളിലേക്കുള്ള പാലവും റോഡുകളും തകർന്നു. വായാട് ഉന്നതിയിലേക്കുള്ള കുടിവെള്ള പദ്ധതി പൂർണ്ണമായും തകർന്നു. അങ്കണവാടികളെയും ബാധിച്ചു. 6,60,000 രൂപയുടെ നഷ്ടമാണ് KSCB വിലയിരുത്തിയത്. റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, കലുങ്കുകൾ, കെട്ടിടങ്ങൾ ഉൾപ്പെടെ മൊത്തം 14,62 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുരയ്യ അറിയിച്ചു. 1, 2, 3 വാർഡുകളിൽ നാശം സംഭവിച്ചതായി നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയും അറിയിച്ചു. യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വിലങ്ങാട്.